ഹലോ, ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മുടെ റിസ്ക് ആൻഡ് റിട്ടേൺ ഫോർ സിംഗിൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു, എന്താണ് റിസ്ക് എന്നുള്ളത് പറഞ്ഞു, എന്താണ് റിട്ടേൺ എന്നുള്ളത് പറഞ്ഞു, റിട്ടേണിൻ്റെ മെഷർമെൻറ്റും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്താണ് റിസ്കിൻ്റെ മെഷർമെൻറ്റ് എന്നുള്ളതും എങ്ങനെയാണ് റിസ്ക് മെഷർ ചെയ്യുക എന്നുള്ളതുമാണ്. റിസ്ക് എന്നുള്ളതിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞതാണ്. എന്താണ് റിസ്കിൻ്റെ മീനിങ്? റിസ്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് റിസ്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഡീവിയേഷൻ ഫ്രം എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം ആക്ച്വൽ റിട്ടേൺ എന്നുള്ളതാണ്. ഡീവിയേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് റിട്ടേൺ ഫ്രം ആക്ച്വൽ റിട്ടേൺ. ഇതാണ് നമ്മുടെ റിസ്ക് എന്നുള്ളത് കൊണ്ട് നമ്മൾ മീനിങ് പറഞ്ഞു. അതിൻ്റെ ടൈപ്സൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി അതെങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ മെഷർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മെഷർ ചെയ്യാൻ ഉണ്ടാവുക? റിട്ടേൺസിൻ്റെ ഡീവിയേഷൻസ് ആണ് മെഷർ ചെയ്യാണ്ടാവുക. ഡീവിയേഷനാണ് അപ്പോൾ മെഷർ ചെയ്യണത്. ഏതിൽ നിന്ന്? റിട്ടേണിൻ്റെ ഡീവിയേഷൻസ് ആണ് മെഷർ ചെയ്യണത്. അപ്പോൾ റിസ്ക് മെഷർ ചെയ്യാൻ ആവശ്യമുള്ള ഇൻപുട്ടുകൾ ഏതായിരിക്കും? എപ്പോഴും റിട്ടേൺ ആയിരിക്കും. ഇൻപുട്ട് റിക്വയർഡ് ടു മെഷർ ദ റിസ്ക് ഈസ് റിട്ടേൺ. കാരണം റിട്ടേൺസിൻ്റെ ഡീവിയേഷൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യണത്. മനസ്സിലായല്ലോ? ഇനി ഡീവിയേഷൻസ് എങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതിന് ഡീവിയേഷൻ മെഷർ ചെയ്യാൻ നമ്മളടുത്ത് ഒരുപാട് ടൂൾസ് ഉണ്ട്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും ഈ വേരിയേഷൻ മെഷർ ചെയ്യണേ. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. റേഞ്ച്, ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, അതുപോലെ ക്വാർട്ടൈൽ ഡീവിയേഷൻ, അപ്പർ ക്വാർട്ടൈൽ മൈനസ് ലോവർ ക്വാർട്ടൈൽ, അതുപോലെ മീൻ ഡീവിയേഷൻ ഓഫ് ഓൾ എക്സ് വാല്യൂസ് ഫ്രം ഇറ്റ്സ് മീൻ, പിന്നെ അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, അങ്ങനെ ഒരുപാട് ടെക്നിക്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ റിസ്കിൻ്റെ മെഷർമെൻ്റ് ആണ്. കാരണം എന്താ? നമ്മൾ മെഷർ ചെയ്യാൻ പോണത് ഡീവിയേഷൻ ആണ്. അപ്പം ഈ എക്സ് വാല്യൂസ് എന്ന് പറയുന്നത് നമ്മളുടെ റിട്ടേൺസ് ആണല്ലോ. അപ്പോൾ നമ്മളുടെ കുറേ വർഷത്തെ റിട്ടേൺ തന്നു കഴിഞ്ഞാൽ ആ റിട്ടേൺസ് പരസ്പരം നോക്കുമ്പോൾ അതിൻ്റെ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? റിസ്കിൻ്റെ മെഷർമെൻ്റായി. അതുകൊണ്ട് നമ്മൾ റിസ്കിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നതിന് നമുക്കുള്ള ടൂൾസുകൾ ഇന്നതൊക്കെയാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ, ബീറ്റ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആൻഡ് ആൽഫ. ഇങ്ങനെ 6 മെത്തേഡ്സുകളാണ് നമുക്കുള്ളത്. ഈ 6 മെത്തേഡ്സ് നമ്മൾ പഠിക്കും. 6 മെത്തേഡ്സിനും പ്രോബ്ലം ചെയ്യാനും പഠിക്കും. ഓക്കെ, അതിൽ ഒന്നാമത്തെ മെത്തേഡ് എടുക്കുക. ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ ഒന്നും എടുക്കണില്ല. കാരണം അതിനേക്കാളും ഏറ്റവും നല്ല മെത്തേഡാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് കൊണ്ടാണ് അതിന് താഴേക്കുള്ളതൊന്നും നമ്മൾ പഠിക്കാത്തത്. പിന്നെ വേരിയൻസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീനിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ്. അവിടെ നിന്ന് അങ്ങോട്ട് താഴേക്കുള്ളതൊക്കെ ഡിഫറെൻറ്റ് മെത്തേഡ്സുകളാണ്. സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യുന്ന മെത്തേഡാണ് ബീറ്റ എന്ന് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ൻ്റെ സ്ക്വയർ ആണ്. 6 എന്ന് പറഞ്ഞാൽ കൊറിലേഷൻ്റെ സ്ക്വയർ ആണ്. അത് എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നെ ആൽഫ, അതുപോലെ നമ്മൾ റിസ്ക് മെഷർ ചെയ്യണ വേറൊരു ടൂളാണ്. അങ്ങനെ 6 ടൂളുകളാണ് നമുക്ക് റിസ്ക് മെഷർ ചെയ്യാനുള്ളത്. ഓക്കെ, അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് നമ്മൾ മെഷർ ചെയ്യണത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? നമ്മൾ ആദ്യം മീൻ കാൽക്കുലേറ്റ് ചെയ്ത് മീനിൽ നിന്ന് ഓരോന്നിൻ്റെയും ഡിഫറൻസുകൾ കണ്ട് അതിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് അതിനെ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്ത് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n എന്നൊക്കെ പറഞ്ഞിട്ട് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ബേസിക് ഇക്വേഷനൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിൻ്റെ വ്യത്യാസം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? അപ്പോൾ നമ്മളൊരു 10 വർഷത്തെ നമുക്ക് റിട്ടേൺസ് കിട്ടിയെന്ന് വിചാരിച്ചോ. 10 വർഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് റിട്ടേൺസ് കിട്ടി. ആ 10 വർഷം കിട്ടിയ റിട്ടേൺ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാ 10 വർഷത്തിൽ എല്ലാ വർഷവും നമുക്ക് കിട്ടിയത് 100 രൂപ വെച്ചിട്ടാണ്. എങ്കിൽ നമുക്ക് ആ റിട്ടേൺസിൽ വല്ല വ്യത്യാസമുണ്ടോ? വ്യത്യാസമില്ല. ഒരു വർഷം 100 രൂപ, വേറൊരു വർഷം 1000 രൂപ, വേറൊരു വർഷം ഒന്നും കിട്ടിയില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ വേരിയേഷൻ ഭയങ്കരല്ലേ. ആ വേരിയേഷൻ്റെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കുക, നമ്മൾ ഈ ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീൻ്റെ SD കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 സിറ്റുവേഷൻസ് ഉണ്ടാവും. ഒന്ന്, നമുക്ക് പാസ്റ്റിലുള്ള ഡാറ്റ ആക്ച്വൽ റിട്ടേൺ, ഒറിജിനൽ റിട്ടേൺ മാത്രം തരുമ്പോൾ. രണ്ടാമത്തെ, നമുക്ക് ഫ്യൂച്ചറിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വാല്യൂ ചെയ്യുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ അതിൻ്റെ പ്രോബിലിറ്റി തരും. അങ്ങനെയുള്ള 2 കേസുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇനി നോക്കുക, ഒന്നാമത്തെ സിറ്റുവേഷനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ n മൈനസ് ഓഫ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ n ഹോൾ സ്ക്വയർ. ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക.
ഓക്കെ. അപ്പോൾ നമ്മൾ ഈ എക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ വർഷത്തെ റിട്ടേൺ ആണ്. എൻ എന്ന് പറഞ്ഞാൽ എത്ര വർഷം ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് 2000 മുതൽ 2004 വരെയുള്ള റിട്ടേൺസ് റേറ്റ് ഓഫ് റിട്ടേൺ തന്നിട്ടുണ്ട്. 10%, 20%, -5%. അപ്പോൾ നഷ്ടമായിരുന്നു 12%, 13%. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അത് വെച്ചിട്ട് നമ്മളൊന്ന് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മളുടെ ഡാറ്റ. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ഒന്ന്, നമുക്ക് സിഗ്മ എക്സ് സ്ക്വയർ ആവശ്യമുണ്ട്. ഈ സംഭവം സിഗ്മ എക്സ് സ്ക്വയർ. ഓക്കെ, സിഗ്മ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് ഓഫ് സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ ഹോൾ സ്ക്വയർ. അങ്ങനെയാണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എക്സിൻ്റെ ഇതാണല്ലോ നമ്മളുടെ എക്സ്. ഈ എക്സിന് നമ്മൾ ആദ്യം സ്ക്വയർ എടുക്കണം. അപ്പോൾ 10ൻ്റെ സ്ക്വയറാണ് 100. 10ൻ്റെ സ്ക്വയറാണ് 100. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാത്തിൻ്റെയും സ്ക്വയർ നമ്മൾ കണ്ടു. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇതാണ് സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂസ് ഇതാണ്. ഈ വാല്യൂസിനെ നമ്മൾ സിഗ്മ കാൽക്കുലേറ്റ് ചെയ്ത് സമ്മ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സിഗ്മ എക്സ് സ്ക്വയർ കിട്ടി. അത് എത്രയാണ് വാല്യൂ? 838 അതിൻ്റെ വാല്യൂ. ഓക്കെ, 838 നമുക്ക് വാല്യൂ കിട്ടിയത്. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയറിൻ്റെ ഇവിടെ ഉള്ള എഴുതാനുള്ള സംഭവം നമുക്ക് കിട്ടി. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. സിഗ്മ എക്സ് സ്ക്വയർ 838 ഡിവൈഡഡ് ബൈ എൻ 5 1 2 3 4 5 5 ഡാറ്റയാണ് നമുക്കുള്ളത്. ആ 5 ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? 5 ഇയേഴ്സ് ആണല്ലോ ഉള്ളത്. 5 ഇയേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തു. ഓക്കെ, ഡിവൈഡ് ബൈ 5. ഇനി സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണല്ലോ എക്സ്, അതിൻ്റെ സിഗ്മ ഇതാണ്, അതിനെ ടോട്ടൽ ചെയ്യുക. അതാണ് 50 എന്ന് പറഞ്ഞത്. ഓക്കെ, സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ. അപ്പം 50 ഡിവൈഡ് ബൈ 5 ഹോൾ സ്ക്വയർ. എന്നിട്ട് ആ കിട്ടിയ ആൻസറിന് നമ്മൾ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 8.22 എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതാണ് അതിൻ്റെ ടോട്ടൽ റിസ്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യൽ ടോട്ടൽ റിസ്ക് ആണ്. അതിൽ 2 ടൈപ്പ് റിസ്ക് ഉണ്ടാവും, സിസ്റ്റമാറ്റിക്കും അൺസിസ്റ്റമാറ്റിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൽ ടോട്ടൽ റിസ്ക് ആണ്. സിസ്റ്റമാറ്റിക് ഏതാണ്, അൺസിസ്റ്റമാറ്റിക് ഏതാണെന്ന് കിട്ടില്ല. അതിൽ സിസ്റ്റമാറ്റിക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണെന്ത്? പിന്നെ ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, അൺസിസ്റ്റമാറ്റിക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറില്ല, കാരണം അത് ഡൈവേഴ്സിഫയബിൾ റിസ്ക് ആയതുകൊണ്ട്. ഇനി നിങ്ങൾ സ്വന്തമായിട്ടൊരു പ്രോബ്ലം ചെയ്ത് നോക്ക്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റിട്ടേൺസ് തന്നിട്ടുണ്ട്, 5 വർഷത്തെ ഡാറ്റയും തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വെച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ റിസ്ക് എത്രയാണെന്ന് പറയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ പറയാം. രണ്ടാമത്തെ സിറ്റുവേഷൻ ഫ്യൂച്ചറിലുള്ള എക്സ്പെക്റ്റഡ് റിട്ടേൺ തരുമ്പോഴാണ്. അതിൽ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം കണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ എന്നുള്ളതിന് പകരം സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ എന്ന് ഇവിടെ എഫ് എന്നുള്ള ടേം ഉപയോഗിച്ചു. ആ എഫ് എന്നുള്ള ടേമാണ് എന്ത്? എഫ് എന്നുള്ള ടേമാണ് നമ്മുടെ പ്രോബബിലിറ്റി. ഓക്കെ, നമ്മൾ നേരത്തെ PI/XI അതിൻ്റെ ഇതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്തില്ല, അതുപോലെ മൈനസ് ഓഫ് സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കുക. അതിൻ്റെ പ്രോബ്ലം തന്നിട്ടുണ്ട്. 2 കമ്പനീസിൻ്റെ ഡാറ്റ തന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞ്. 2 കമ്പനീൻ്റെ ഡാറ്റ തന്നിട്ടുണ്ട്. കമ്പനി എൻ്റെ ഡാറ്റയും തന്നിട്ടുണ്ട്, കമ്പനി ബിൻ്റെ ഡാറ്റയും തന്നിട്ടുണ്ട്. അതിൽ കമ്പനി എ മാത്രം നമുക്കിപ്പോൾ ചെയ്യാം, കമ്പനി ബി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നത് റിട്ടേൺ തന്നിട്ടുണ്ട്, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റിയും തന്നിട്ടുണ്ട്. എക്സ്പെക്റ്റഡ് റിട്ടേൺ. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് എക്സ്പെക്റ്റഡ് റിട്ടേൺ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്കറിയാം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ആദ്യം റിട്ടേണിനെ അതിൻ്റെ പ്രോബിലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് XIPI എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ എഴുതും. ആ കോളത്തിന് നമ്മൾ സം ചെയ്യും. അതാണ് സിഗ്മ XIPI. അതാണ് നമ്മുടെ എക്സ്പെക്റ്റഡ് റിട്ടേൺ. ഇനി അതിൽ നിന്ന് എങ്ങനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ആദ്യം എക്സ്പെക്റ്റഡ് റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എക്സ് ഇതാണ്. നിങ്ങളുടെ ഇവിടെ എഫ് എന്ന് ഉദ്ദേശിച്ചത് പീക്കാണ്, PI ആണ്. ഓക്കെ, അത് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്നുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. അത് നിങ്ങൾ PI എന്ന് എഴുതിയാലും കുഴപ്പമില്ല, എഫ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ PI/XI എന്നുള്ളതാണ് FX എന്നുള്ളതുകൊണ്ട് നമ്മൾ എഴുതുന്നത്. അതിനെ നമ്മൾ ടോട്ടൽ എടുത്തു. അതിനെ സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ 8 എന്ത്? നമ്മുടെ നമ്മുടെ X ബാർ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് റിട്ടേൺ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് ആവശ്യമുള്ളത്? സിഗ്മ FX സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് ഓഫ് സിഗ്മ FX ഡിവൈഡ് ബൈ എൻ. അതിൽ സിഗ്മ FX സ്ക്വയർ എന്ന് നമുക്ക് കിട്ടണം. സിഗ്മ FX സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിനെ എന്ത് ചെയ്യണം? F കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതാണല്ലോ നമ്മുടെ എക്സ്. ആ എക്സിനെ നിങ്ങൾ സ്ക്വയർ ചെയ്യണം. അപ്പോൾ 6 = 36, 7 = 49, അങ്ങനെ അതിനെ സ്ക്വയർ ചെയ്യണം. എന്നിട്ട് സ്ക്വയർ ചെയ്തതിന് എന്ത് ചെയ്യണം? നിങ്ങൾ
എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറാണ് എഫ് എക്സ് സ്ക്വയർ. അല്ലാതെ എഫ് എക്സ് കണ്ടിട്ട് സ്ക്വയർ ചെയ്യരുത്, അത് എഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ സിഗ്മ എഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയ എത്രയാണ്? 65.3. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഡിവൈഡഡ് ബൈ എൻ. ഈ എൻ എന്ന് പറയുന്നത് നമ്പറാണ്, ഇതാണ് അത് എത്ര എണ്ണം എന്നുള്ളതല്ല, ഇതിൻ്റെ ടോട്ടലാണ്, സമ്മാണ്. അപ്പോൾ അത് പ്രോബബിലിറ്റി എപ്പോഴും സം ഒന്നായിരിക്കും ഞാൻ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് അത് സമ്മ് 1 എന്ന് വരുന്നത്. എൻ 1 2 3 4 5 എന്ന് എഴുതി വെക്കരുത്. ഓക്കെ, കാരണം ഇത് ഒറ്റ വർഷത്തെ ഡാറ്റയാണ്, നമ്മളുടെ ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻ പറഞ്ഞതാണെന്ന് മാത്രം, ഡിഫറെൻറ്റ് ഇയേഴ്സിനുള്ള ഡാറ്റ അല്ല. ഓക്കെ, ഇനി സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പ്രാവശ്യം കൂടെ കാൽക്കുലേറ്റ് ചെയ്തു, ഇതിന് നേരെ മേലെ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ ഈക്വൽ ടു 8. അപ്പോൾ 8 സ്ക്വയർ. ഇനി അത് ആ കിട്ടിയ ആൻസറിനെ നിങ്ങൾ റൂട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിൻ്റെ 1.14 എന്ന് കിട്ടും. അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നിങ്ങൾക്ക് കമ്പനി ബി തന്നിട്ടുണ്ട്. കമ്പനി ബി നിങ്ങൾ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഏതിനാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതൽ നോക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലുണ്ടെങ്കിൽ അതിന് റിസ്ക് കൂടുതലാണെന്ന് അർത്ഥം. പക്ഷെ നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണ എമൗണ്ട് ഈക്വൽ ആയിരിക്കണം. തുല്യമായിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കേണ്ടി വരും കമ്പയർ ചെയ്യാൻ. കാരണം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് മെഷറാണ്. അത് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതിൻ്റെ മീനിങ് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളതിൻ്റെ മീനിങ് നമ്മൾ പറഞ്ഞത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് എൻ അബ്സല്യൂട്ട് മെഷർ. കണ്ടില്ലേ? കാരണം അത് നമ്മൾ അതിൻ്റെ ഒറിജിനൽ എമൗണ്ടിലാണ് പറയുന്നത്. അത് നമ്മൾ ഒരു റിലേറ്റീവിലോ ഒരു പെർസെൻറ്റേജിലോ റേഷ്യോയിലോ അല്ല പറഞ്ഞത്. അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ക്ലാസ്സിലൊരു പരീക്ഷ നടത്തി, 50 മാർക്കിൽ ഒരു കുട്ടിക്ക് 49 മാർക്ക് കിട്ടി. ഓക്കെ, പിന്നെ ഒരു ദിവസം നമ്മൾ വേറൊരു പരീക്ഷ നടത്തി, 100 മാർക്കിലാണ് നടത്തിയത്. അന്ന് ആ കുട്ടിക്ക് 52 മാർക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ആ കുട്ടിക്ക് രണ്ടാമത്തെ പരീക്ഷയിൽ കൂടുതൽ മാർക്ക് എന്നാണോ പറയുക? ആദ്യത്തെ പരീക്ഷയിൽ 49, രണ്ടാമത്തെ പരീക്ഷയിൽ 52 അല്ലേ? അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഒന്ന് 50-ലും ഒന്ന് 49-ലും അല്ലേ? ആ 2 മാർക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കമ്പയർ ചെയ്യണമെങ്കിൽ എന്താക്കണം? അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റണം. അപ്പോൾ ഒന്നിൽ ആദ്യം നടത്തിയ പരീക്ഷയിൽ 50-ൽ 49 എന്ന് പറഞ്ഞാൽ 98% മാർക്കുണ്ട്. രണ്ടാമത്തേത് 100-ൽ 52 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 52% മാർക്കുള്ളൂ. അത് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അത് റിലേറ്റീവ് ആണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് മെഷറുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ കമ്പയർ ചെയ്യാൻ പറ്റും, രണ്ടും ഒരേ എമൗണ്ടിലാണെങ്കിൽ. 2 പരീക്ഷ 100-ലാണെങ്കിൽ കമ്പയർ ചെയ്യുക, പെർസെൻറ്റേജ് ആയിട്ട് പറയണമെന്നൊന്നുമില്ല, മാർക്ക് തന്നെ കമ്പയർ ചെയ്യുക. അതുപോലെ ഇവിടെ രണ്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണ എമൗണ്ട് തുല്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം? നിങ്ങൾക്ക് രണ്ടും കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കമ്പനി ബി ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. കമ്പനി ബി ഇപ്പോൾ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഞാനിതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ശരിയാണോ നോക്കിയാൽ മതി. ആദ്യമേ നോക്കി ചെയ്യണ്ട, അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ റിസ്കിനെ മെഷർ ചെയ്യുന്ന ഒരു ടൂളാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇനി നമുക്ക് വേറെ ഒരുപാട് ടൂൾസ് പഠിക്കാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ടൂള്. അത് ടോട്ടൽ റിസ്കിനെ മെഷർ ചെയ്യുന്ന ടൂളാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിട്ടേൺസ്, എല്ലാ റിട്ടേൺസും അതിൻ്റെ മീനിൽ നിന്ന് എത്ര വ്യത്യാസം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.